ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്ന വീഡിയോ ഈ ക്ലാസ് ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹൈഡ്രോ കാർബൺസ് എന്നുള്ള ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഇതിനു വേണ്ടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ പല റിയാക്ഷൻസും പല കോൺസെപ്റ്റുകളും ഹൈഡ്രോ കാർബണിൽ ഉള്ളത് അങ്ങനെ തന്നെ വീണ്ടും NCERT ടെക്സ്റ്റ് ബുക്ക് ആവർത്തിച്ച് ഹാലോ ആൽക്കെയിനിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡബിൾ ബോണ്ടിലേക്ക് HCl ആഡ് ചെയ്യുക, മാർക്കോണിക്കോഫ് റൂൾ, ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ, അതുപോലെ സെയ്റ്റ്സഫ് റൂൾ, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇതൊന്നും ഇനി നമ്മൾ ഇവിടെ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല, അതെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ആവശ്യമുള്ള ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഹൈഡ്രോ കാർബൺ കണ്ടിട്ടല്ലാതെ നിങ്ങളൊരാളും ഈ ഹാലോ ആൽക്കെയിൻസിൻ്റെ ക്ലാസ് കാണരുത് എന്ന റെക്കമെൻഡേഷനാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ കഥ പറയുന്നില്ല. നിങ്ങൾ ഈ വർഷത്തെ എൻട്രൻസിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം 2026 എൻട്രൻസ് ഒന്നുകൂടെ അടിപൊളിയായിട്ട് എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റിപ്പീറ്റ് ചെയ്തിട്ട് നല്ല രൂപത്തിൽ നിങ്ങളൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബേസ് മുതൽ നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നുള്ളത് ചർച്ച ചെയ്യാതെ അടിസ്ഥാനം മുതൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. റിപ്പീറ്റ് ചെയ്യാൻ CM അക്കാഡമി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എങ്ങനെയാണ് റിപ്പീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്? ഓൾറെഡി നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 160 കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളത്. അതുവരെ മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കുകയുമുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ടോക്കൺ എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സീറ്റ് ബുക്ക് ചെയ്തിടാം. ബാക്കി കാര്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഹാലോ ആൽക്കെയിൻസിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം മോനെ, ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാലോ ആൽക്കെയിൻസിൻ്റെ ടൈപ്പുകളാണ്. എടാ, ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻ എന്നാണല്ലോ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് ഹാലോ ആൽക്കെയിൻ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് ഹാലജൻ വന്നാൽ അവനാണ് ഹാലോ ആൽക്കെയിൻ. ഇവൻ ഹാലോ ആൽക്കെയിൻ ആണ്, നോട്ട് ചെയ്യണേ. എന്നാൽ ഒരു ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഒരു ഹാലജൻ ഇരിക്കുന്നതെങ്കിൽ അവനെയാണ് നമ്മൾ ഹാലോ അരീൻ എന്ന് പേര് വിളിക്കുക. അപ്പോൾ ആരാണ് ഹാലോ ആൽക്കെയിൻ, ആരാണ് ഹാലോ അരീൻ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ, ഒരു ബെൻസീൻ റിങ് ഉണ്ട്, അതിലൊരു CH2 ഉണ്ട്. ആ CH2-ലാണ് ഒരു ക്ലോറിൻ വരുന്നതെങ്കിൽ ഇവൻ ഹാലോ ആൽക്കെയിൻ ആണോ ഹാലോ അരീൻ ആണോ? ഇവൻ ഹാലോ ആൽക്കെയിൻ ആണ്, മറക്കരുത്. ഇവൻ ഹാലോ ആൽക്കെയിൻ ആണ്, ഇവൻ ഹാലോ അരീൻ അല്ല. കാരണം ഇവിടെ ക്ലോറിൻ അറ്റാച്ച് ചെയ്തത് ഡയറക്റ്റ്ലി ഇൻറ്റു ബെൻസീൻ റിങ് അല്ല. അപ്പോൾ ഡയറക്റ്റ്ലി ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്താൽ മാത്രമേ അവനെ നമ്മൾ ഹാലോ അരീൻ എന്ന് പേര് വിളിക്കുള്ളൂ. അതല്ലാതെ ഒരു ബെൻസീൻ റിങ് ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടെന്ന് കരുതി അവൻ ഹാലോ അരീൻ ആവില്ല. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൽക്കൈൽ ഹാലൈഡുകൾ ആരാണ്? എടാ, CH3 സിംഗിൾ ബോണ്ട് CH2Cl എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. CH3 CH3 ഇവിടെയാണ് ക്ലോറിനെങ്കിൽ അതൊരു സെക്കൻഡറി ആണ്. CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 താഴേക്ക് CH3 മുകളിലൊരു ക്ലോറിൻ, ഇവൻ ടേർഷറിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആണെന്ന് മനസ്സിലാക്കുക? ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിന് മറ്റു എത്ര കാർബണുകളുമായി ബോണ്ട് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇവനാണല്ലോ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ, അവന് മറ്റൊരു കാർബണുമായേ ബന്ധമുള്ളൂ, അതുകൊണ്ട് ഇവൻ പ്രൈമറി. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിന് മറ്റു 2 കാർബണുകളുമായി ബന്ധമുണ്ട്, അവൻ സെക്കൻഡറി. ഇവിടെ ഹാലജൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിന് മറ്റു 1, 2, 3 കാർബണുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് ഇവൻ ടേർഷറി. അപ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ ഡിഗ്രി നോക്കിയിട്ട് അവൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണോ, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണോ, ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ്, എടാ, ഒരു കാർബൺ ഫ്ലൂറിൻ ബോണ്ടും കാർബൺ ക്ലോറിൻ ബോണ്ടും കാർബൺ ബ്രോമിൻ ആൻഡ് കാർബൺ അയഡിൻ ബോണ്ട്, ഇതാണല്ലോ 4 ഹാലജൻസ്, നമുക്ക് പഠിക്കാനുള്ള 4 ഹാലജൻസ്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിന് എപ്പോഴും ഒരു കൃത്യമായ ഓർഡർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ 2 ഫാക്ടർ ഉണ്ട്, ചാർജും ഉണ്ട് ഡിസ്റ്റൻസും ഉണ്ട്. ഈ 2 ഫാക്ടറുകൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചാർജ് കൂടുതലുള്ള ആൾക്ക് ഡിസ്റ്റൻസ് കുറവായിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലുള്ള ആൾക്ക് ചാർജ് കുറവായിരിക്കും. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ മൊമെൻറ്റ്. അതുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റ് ഡൗൺ ദി ഗ്രൂപ്പ് കൂടുന്നു, അലോങ് ദി പീരീഡ് കുറയുന്നു എന്നിങ്ങനെ കോമ്പൗണ്ടുകൾ വെച്ചിട്ട് എല്ലായിടത്തും ജനറലൈസ് ചെയ്ത് പറയൽ പോസിബിൾ അല്ല. അതിന് നല്ലൊരു എക്സാമ്പിളാണ് കാർബൺ ഹാലജൻ ബോണ്ടുകൾ.
അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഓർഡർ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിരിക്കാമെന്ന് വെച്ചാൽ ഒന്നിരിക്കൽ കാർബൺ ഫ്ലൂറിൻ അല്ലെങ്കിൽ കാർബൺ അയഡിൻ ഇങ്ങനെയല്ലേ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ പഠിച്ചു വെച്ചോ, കാർബൺ ക്ലോറിൻ ബോണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്. പഠിച്ചു വെക്കണേ മോനെ, കാർബൺ ക്ലോറിൻ. അതെന്തുകൊണ്ട് എന്ന് ചോദ്യമില്ല. ഞാൻ പറഞ്ഞു നിന്നോട്, ഏത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് ഡൈപോൾ മൊമെൻറ്റ്. ആ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും വലിയ വാല്യൂ വരുന്നത് ഇയാൾക്കാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കാർബൺ ക്ലോറിൻ ബോണ്ടാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്. പിന്നെയാണ് കാർബൺ ഫ്ലൂറിൻ, അത് കഴിഞ്ഞ് കാർബൺ ബ്രോമിൻ, അത് കഴിഞ്ഞ് കാർബൺ അയോഡിൻ. ഈ ബോണ്ടുകളുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓർഡർ നിങ്ങൾ നിർബന്ധമായും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ക്ലോറിനുള്ള കോമ്പൗണ്ടുകൾക്ക് ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയോഡിൻ. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരാളുടെ, എടാ നോക്കിക്കോ, CH3, CH3Cl, അതുപോലെ CH2Cl2, അതുപോലെ CHCl3, അതുപോലെ CCl4. നോക്കിക്കേടാ, ഓരോ ക്ലോറിൻ്റെ എണ്ണം കൂടുന്നു, ഓരോ ഹൈഡ്രജൻ്റെ എണ്ണം കുറയുന്നു. അങ്ങനെയല്ലേടാ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ കോമ്പൗണ്ടുകളിലുള്ള ഡിഫറൻസ്. CH3Cl, CH2Cl2, CHCl3, CCl4. ഇവരുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ്, ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്തു പറയുന്നത്. കുഞ്ഞുങ്ങളെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ത്രെഡ് തരാം. വീഡിയോ പോസ് ചെയ്തിട്ട് ആവശ്യക്കാർ വേണമെങ്കിൽ വലതുഭാഗത്തേക്ക് മാറ്റിയിട്ട് എഴുതി വെച്ചോ. ക്ലോറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെൻറ്റ് കുറയും. ഞാനെന്താ പറഞ്ഞത്? ക്ലോറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെൻറ്റ് കുറയും. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ എണ്ണം 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ക്ലോറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെൻറ്റ് ഇതാ കുറഞ്ഞ് വരും. കുറയുമെന്ന് മാത്രമല്ല, അവസാനത്തവനായി CCl4 ഇല്ലേടാ, അവൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. പഠിച്ചു വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെൻറ്റ് കുറയുകയും CCl4ൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അങ്ങനെ കുറഞ്ഞ് 0 ആവുകയും ചെയ്യും. ഈ 4 എണ്ണത്തിനെ ഓർഡർ ഓഫ് ഡൈപോൾ മൊമെൻറ്റിൽ അറേഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്ററിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. നോർമലി നമുക്കറിയാലോ, ഒരു ചാപ്റ്ററിൽ 2 കാര്യങ്ങളാണ് പഠിക്കാനുണ്ടാവുക. ഒന്ന് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, മറ്റൊന്ന് കെമിക്കൽ പ്രോപ്പർട്ടി. ഹാലോ ആൽക്കെയിൻ എന്ന ചാപ്റ്ററിൻ്റെ ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരുപാട് കൂടുതൽ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം ഓൾറെഡി ഇത് ചെറിയ ചാപ്റ്ററാണ്. ഇതിലെ പല റിയാക്ഷൻസും നമ്മൾ ഹൈഡ്രോ കാർബണിൽ പറഞ്ഞതുമാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ പെട്ടെന്ന് തീരും. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ ആവശ്യമുള്ളതെല്ലാം ഞാൻ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുപോലും വിട്ടു പോവാതിരിക്കാൻ. ഒന്നടാ ഫ്രം ആൽക്കഹോളാണ്. എടാ, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ROH എന്നാണ് ഫോർമുല എന്ന് നിങ്ങൾക്കറിയാം. ഈ ROHൽ നിന്ന് എനിക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടണം. ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ നമ്മുടെ ചർച്ച, ഹാലോ ആൽക്കെയിൻ. ആൽക്കൈൽ ഹാലൈഡ് കിട്ടണമെങ്കിൽ എനിക്കിവിടെ ഉപയോഗിക്കാൻ 6 റിയേജൻറ്റുകൾ പോസിബിളാണ്. 6 റിയേജൻറ്റുകളുണ്ട്. ആ 6 റിയേജൻ്റ് ആര് എന്നുള്ളതാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം ഞാനിടാ എണ്ണമിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, എല്ലാവരും പഠിച്ചോളണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആൽക്കഹോളിനെ ഹാലോ ആൽക്കെയിനാക്കി മാറ്റാൻ 6 പേർക്ക് കഴിയും. പഠിച്ചു വെച്ചോ. ഒന്നാമനാണ് HX. ആരാമോനെ? HX. അതുമായിട്ടുള്ള റിയാക്ഷൻ കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ ഹാലോ ആൽക്കെയിൻ ആൽക്കഹോൾ ഫീനോൾ എന്ന ചാപ്റ്ററിൽ ലൂക്കാസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അതവിടെ നിന്നോട്ടെ. രണ്ടാമത്തതാണടാ ആരാ? NaBr + H2SO4. കാണാതെ പഠിക്കണേ. NaBr * H2SO4. മൂന്നാമൻ PCl3. നാലാമൻ PCl5. അഞ്ചാമൻ റെഡ് ഫോസ്ഫറസ് *X2. റെഡ് ഫോസ്ഫറസ് *X2. ആൻഡ് ദി 6th one is SOCl2. SOCl2. നിങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. +2ൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചവരാണ്. ഇതിലേതിട്ടാലും ആൽക്കഹോൾ ഹാലോ ആൽക്കെയിനായി മാറും. ഏതുപയോഗിച്ചാലും ആൽക്കഹോൾ ഹാലോ ആൽക്കെയിനായി മാറും. എടാ, ഈ അവസാനത്തവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. SOCl2വിനെ ഞങ്ങൾ ശാസ്ത്രലോകത്ത് വിളിക്കുന്ന പേര് തയോണൈൽ ക്ലോറൈഡ് എന്നാണ്. എന്താണ് പേര്? പറ. തയോണൈൽ ക്ലോറൈഡ്. ഈ തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് ആൽക്കഹോളിനെ ഹാലോ ആൽക്കെയിനാക്കി മാറ്റുന്ന റിയാക്ഷൻ്റെ പേര് ഡാർസൺസ് പ്രോസസ്സ് എന്നാണ്. ഡാർസൺസ് പ്രോസസ്സ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേര് ഡാർസൺസ് പ്രോസസ്സാണ്. ഈ പറയുന്ന SOCl2വിനെ വിളിക്കുന്ന പേരാണ് തയോണൈൽ ക്ലോറൈഡ്. ഈ 6 എണ്ണത്തിൽ ഇദ്ദേഹമാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? ഒന്ന് HCl-ഉം മറ്റൊന്ന് സൾഫർ ഡയോക്സൈഡുമാണ്. ഈ 2 പേരും ഗ്യാസ് ആണ് എന്നതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു ഗ്യാസാണ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ ഗുണം? അവരങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് ഗ്യാസ് ആയതുകൊണ്ട് മുകളിലേക്ക് പോയിക്കോളും.
ബാക്കി നമ്മൾ ആഗ്രഹിച്ച ആളായ ആൽക്കിൽ ഹാലൈഡ് അത് ആ പാത്രത്തിൽ അവിടെ ബാക്കി ആയിക്കോളും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾ അവിടെ തന്നെ കിടന്നോളും, ബാക്കിയുള്ള എല്ലാ കിടതാപ്പുകളും മുകളിലേക്ക് പോയിക്കോളും. നമുക്ക് പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കെയിൻ ഉണ്ടാക്കുന്നതിൽ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. 6 റിയേജൻ്റ് ഉണ്ട്. SOCl2ൻ്റെ പേര് തൈനൈൽ ക്ലോറൈഡ് ആണ്. അയാൾ ഉപയോഗിച്ച റിയാക്ഷൻ്റെ പേര് ഡാർസൻസ് പ്രോസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ബിക്കോസ് ദി ബൈ പ്രൊഡക്റ്റ് ഫോംഡ് HCl ആൻഡ് SO2 ആർ ഗ്യാസസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്താണടാ ഫ്രം BDC. BDC എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്കറിയാം, ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ ഫോർമുല ബെൻസീൻ റിങ്ങിൽ N2Cl ആണ്. അറിയാത്തവർ നോക്കി വെച്ചോ, ബെൻസീൻ റിങ്ങിൽ N2Cl ആണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. എടാ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് 3 രൂപത്തിൽ എനിക്ക് ഹാലോ അരീൻ ഉണ്ടാക്കാൻ പറ്റും. ഹാലോ അരീനാണ് ഉണ്ടാവുക. കാരണം എന്താ, ഇവിടെ ബെൻസീൻ റിംഗ് ആണുള്ളത്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന റിയാക്ഷനാണ്, ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് ഹാലജൻ വരുന്ന റിയാക്ഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത്. 3 റിയാക്ഷൻ ഉണ്ട്. പ്രത്യേകത, ഈ 3 റിയാക്ഷനും പേരുമുണ്ട്. എടാ പേരില്ലാത്ത ഒരു റിയാക്ഷൻ കൂടി ഉണ്ട്, അതുകൂടി ഞാനിവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ഹാലോ അരീൻ ഉണ്ടാകാൻ 4 റിയേജൻറ്റ്. ഒന്നാമൻ ശരിക്കും പഠിച്ചോളനെ Cu2X2 ബാർ HX. Cu2X2 ബാർ HX. രണ്ടാമൻ Cu ബാർ HX. ബാർ എന്ന് പറഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് എന്നാണ്, 2 പേരും വേണമെന്നാണ്. മൂന്നാമൻ HbF4. നാലാമൻ Ki. കഴിഞ്ഞു. ഈ 4 പേരെ ഉപയോഗിച്ച് എനിക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് ഹാലോ അരീൻ ഉണ്ടാക്കാൻ പറ്റും. എടാ സിമ്പിളാണ്, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചോ. ഒന്നാമത്തത് Cu2X2 ബാർ HX ഉപയോഗിച്ചാൽ എല്ലായിടത്തും റിയാക്ഷൻ ഒരുപോലെയാണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലെ ഈ N2Cl എന്ന് പറയുന്ന ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും. പകരം ഈ തരുന്ന റിയേജൻറ്റിൽ ആരാണോ ഹാലജൻ നോക്കിയിട്ട് അത് അതിൻ്റെ മേലെ കൊണ്ടുവന്ന് ചാർത്തിയാൽ മതി. ഇവിടെ ഹാലജൻ ആരുമാവാം, അതുകൊണ്ട് X എന്ന റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഹാലോ അരീൻ കിട്ടും, ബെൻസീൻ റിങ്ങിൽ X കിട്ടും. ഇവിടെയും X എന്ന റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ആരുമാവാം എന്നല്ലടാ, അതിനർത്ഥം ബെൻസീൻ റിങ്ങിൽ X വരും. ഇവിടുത്തെ ഹാലജൻ ആരാ, HbF4 എന്ന് പറഞ്ഞാൽ ആരാടാ ഹാലജൻ, ഫ്ലൂറിൻ അല്ലടാ അതിലുള്ള ഹാലജൻ. അപ്പോൾ ഫ്ലൂറോ ബെൻസീൻ കിട്ടും. Ki എന്ന് പറഞ്ഞാൽ ആരാണ് മോനെ അവിടുത്തെ ഹാലജൻ, അയോഡിൻ ആണ്, അതുകൊണ്ട് അയഡോ ബെൻസീൻ കിട്ടും. ഞാൻ നിന്നോട് പറഞ്ഞു ഈ 4 എണ്ണത്തിൽ ആദ്യത്തെ 3 എണ്ണവും നെയിം റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് ആ 3 എണ്ണത്തിൻ്റെയും പേര് പഠിക്കൽ മസ്റ്റ് ആണ്. ഒന്നാമൻ്റെ പേരാണ് ശരിക്ക് പഠിച്ചോളണേ. എടാ ഫസ്റ്റ് വൺ എന്താണ് അവൻ്റെ പേര്, ശരിക്ക് കേട്ടോളണേ. കോപ്പർ സോൾട്ട് അല്ലടാ അവിടെ ഉപയോഗിച്ചത്, കോപ്പർ അല്ല ഉപയോഗിച്ചത്, കോപ്പർ സോൾട്ട് ആണ് ഉപയോഗിച്ചത്. കോപ്പർ സോൾട്ട് ഉപയോഗിച്ചാൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് സാൻമേയേഴ്സ് റിയാക്ഷൻ. ആരാണ് മോനെ, സാൻമേയേഴ്സ് റിയാക്ഷൻ. കോപ്പർ സോൾട്ട് ഉപയോഗിച്ചാൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് സാൻമേയേഴ്സ് റിയാക്ഷൻ. കോപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കുക. എടാ കോപ്പർ സോൾട്ട് അല്ല, മെറ്റാലിക് കോപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിയാക്ഷൻ ഈസ് കോൾഡ് ഗെറ്റർമാൻ റിയാക്ഷൻ. ആരാടാ, ഗെറ്റർമാൻ റിയാക്ഷൻ. കുഞ്ഞുങ്ങളെ HbF4 ഉപയോഗിച്ച് പഠിക്കേണ്ട റിയാക്ഷൻ NCERTയിൽ ഉണ്ടെങ്കിലും ഇനി ഞാൻ പറയുന്ന നെയിം NCERTയിൽ ഇല്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇറ്റ് ഈസ് കോൾഡ് ബാൾസ് ഷീമാൻ റിയാക്ഷൻ. ബാൾസ് ഷീമാൻ റിയാക്ഷൻ. HbF4 ഉപയോഗിച്ച് നടക്കുന്ന ഫ്ലൂറോബെൻസീൻ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ പേരാണ് ബാൾസ് ഷീമാൻ റിയാക്ഷൻ. Ki ഉപയോഗിച്ചാൽ അയഡോബെൻസീൻ കിട്ടും. പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നന്നായി വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചോടാം. തേർഡ് വൺ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ 4 എണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 3ാമനാണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ബ്രീഫ് തരാം. എടാ 4 ഹാലജൻസ് ഇല്ലേടാ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇതിൽ ഫ്ലൂറിൻ ഉള്ള കോമ്പൗണ്ട് ഉണ്ടാക്കലും അയോഡിനുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കലും പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല. കാരണം ഫ്ലൂറിനുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിയാണ്. ഭയങ്കര ഹൈ റിയാക്ടിവിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. അതൊരു പൊട്ടിത്തെറി ആയിരിക്കും, കത്തലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പ്രൊഡക്റ്റ് മാത്രമായിട്ട് കിട്ടൂല. അതാണ് ഫ്ലൂറിനുമായിട്ടുള്ള റിയാക്ഷൻ്റെ പ്രശ്നം. അയഡിനുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്ടിവിറ്റി കുറവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ റിയാക്ഷൻ നടന്നാലും തീരൂല, അത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അപ്പോൾ ലാബിൽ വെച്ച് ഫ്ലൂറിനുള്ള കോമ്പൗണ്ടും അയഡിനുള്ള കോമ്പൗണ്ടും ഉണ്ടാക്കുക എന്നത് പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള 2 ആളുണ്ടല്ലോ, അതാരാ, ക്ലോറിനും ബ്രോമിനും. അതത്ര പ്രശ്നക്കാരല്ല.
ക്ലോറിനും ബ്രോമിനും ഉള്ള കോമ്പൗണ്ട് ഉണ്ടാക്കൽ സിമ്പിളാണ്, അവരുണ്ടാക്കൽ സിമ്പിളാണ്. അപ്പോൾ ഫ്ലൂറിനോ അയഡിനോ ഉള്ള കോമ്പൗണ്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ എന്താ സാധാരണ ചെയ്യാറെന്ന് അറിയോടാ? കുഴപ്പമൊന്നും ഇല്ലാത്ത ക്ലോറിനും ബ്രോമിനും വെച്ച് റിയാക്ഷൻ അങ്ങോട്ട് നടത്തും. അപ്പോൾ നമുക്ക് ക്ലോറിനോ ബ്രോമിനോ ഉള്ള പ്രൊഡക്റ്റ് കിട്ടുമല്ലോ. എന്നിട്ട് അതിലെ ക്ലോറിൻ ഊരി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറിനെ വെച്ച് കൊടുക്കുക, ക്ലോറിൻ ഊരി എടുത്തിട്ട് അയഡിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അയഡിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പ്രശ്നമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രാക്ടിക്കലി ഫ്ലൂറൈഡുകളും അയഡൈഡുകളും ഡയറക്റ്റ് ഉണ്ടാക്കുക എന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട്, അതാരാ ക്ലോറിനോ ബ്രോമിനോ ഉള്ള കോമ്പൗണ്ട് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്നിട്ട് അതിൽ ഫ്ലൂറിനും അയഡിനും വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ നമ്മൾ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്ന് പേര് വിളിക്കണം. അപ്പോൾ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ 2 വിധമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. 2 ടൈപ്സ് എഴുതിക്കോ, 2 ടൈപ്സ്. ഒന്നാമൻ്റെ പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ആരാടാ? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അയോഡിൻ ആണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, ആരോ മാർക്കിന് മുകളിൽ റിയേജൻറ്റ് പഠിച്ചോളണേ. റിയേജൻറ്റ് ആരാണെന്ന് അറിയോടാ? NaI സോഡിയം അയഡൈഡും ഡ്രൈ അസറ്റോണുമാണ് വേണ്ടത്. NaIയും ഡ്രൈ അസറ്റോൺ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഹാലജൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഒന്നിരിക്കൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ, കാരണം അവരുണ്ടാക്കൽ എളുപ്പമാണ്. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ അയഡിൻ അവിടെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. കുഞ്ഞെ, ഈ ഹാലജൻ ഇങ്ങനെ പോട്ടെ, അയഡിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറട്ടെ. അപ്പോൾ അയഡിൻ ഇവിടെ കയറിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? RI എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടി. അപ്പോൾ അയഡിനെ റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള അയഡൈഡ് ഉണ്ടാക്കുന്ന ഈ റിയാക്ഷൻ്റെ പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. എന്താ റിയാക്ഷൻ്റെ പേര്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നെക്സ്റ്റ് റിയാക്ഷൻ ആണടാ, രണ്ടാമത്തെ ടൈപ്പാണ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ അയഡിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ സ്വാർട്സ് റിയാക്ഷൻ ആരുടെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും? ഫ്ലൂറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. ഉറപ്പല്ലേ? ഫ്ലൂറിനോ അയഡിനോ റീപ്ലേസ് ചെയ്യാനാണല്ലോ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കണേ. അതുകൊണ്ട് ഇവിടെയുള്ള റിയേജൻറ്റുകളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. റിയേജൻറ്റുകൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ റിയേജൻ്റ് ആകെ ഒരാളെ പഠിക്കാനുള്ളൂ, NaIയും ഡ്രൈ അസറ്റോണും ഒരുമിച്ച്. NaI ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. പക്ഷേ സ്വാർട്സ് റിയാക്ഷനിൽ 3 റിയേജൻറ്റ് പഠിക്കാനുണ്ട്. ശരിക്കും പഠിച്ചോട്ടാ. ഒന്ന് AgF ആണ്, മറ്റൊന്ന് COF2 ആണ്, മറ്റൊന്ന് SbF3 ആണ്. 3 എണ്ണമുണ്ട്. ഇനി എൻ്റെ വക ഒന്നുകൂടെ പിടിച്ചോ, Hg2F2. ഫ്ലൂറിനുള്ള ഈ പറയുന്ന എല്ലാ കോമ്പൗണ്ടുകളും നമുക്ക് ഈ റിയാക്ഷൻ്റെ റിയേജൻ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെങ്ങനെ റിയാക്ഷൻ എഴുതുക? ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, അതിലുള്ള ഹാലജൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനോ ബ്രോമിനോ ആണെന്ന് നമുക്കറിയാം. അതിലേക്ക് എനി വൺ ഓഫ് ദി എബോവ്, ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഹാലജൻ പോയിട്ട് പകരം അതിൽ നിന്ന് ഫ്ലൂറിൻ കയറിയിരുന്നോളും. നമുക്ക് പൊട്ടിത്തെറികളൊന്നുമില്ലാതെ ഫ്ലൂറൈഡ് സിമ്പിളായിട്ട് കിട്ടും. ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാവാറുള്ള ഒരു സാധനം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ, എപ്പോഴും ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു സാധനം, സാറേ ഫിംഗൽസ്റ്റീൻ എന്ന് പറഞ്ഞാൽ അയഡിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ ഫ്ലൂറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ എന്ന് മാറിപ്പോകുന്നു. വളരെ ലോക്കലായിട്ട് ഓർക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. അത് ഭയങ്കര ലോക്കലാണ്, വളരെ ബാലിഷമാണ്, ചൈൽഡിഷ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളത് മറക്കാറില്ല. അതുകൊണ്ട് പുറത്താരോടും പറയണ്ട. ഫിംഗൽസ്റ്റീനിൽ F ഉണ്ടല്ലോ, അപ്പോൾ റിയാക്ഷനിൽ F ഉണ്ടാവില്ല. എങ്ങനെ? ഫിംഗൽസ്റ്റീനിൽ F ഉണ്ട്, അപ്പോൾ റിയാക്ഷനിൽ ഫ്ലൂറിൻ ഉണ്ടാവില്ല. F എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ഉണ്ടാവില്ല. സ്വാർട്സ് എന്ന് പറയുമ്പോൾ അവിടെ F ഉണ്ടോ? ഇല്ല. അപ്പോൾ റിയാക്ഷനിൽ F ഉണ്ടാകും. അപ്പോൾ ഒന്നിരിക്കൽ പേരിലോ അല്ലെങ്കിൽ റിയാക്ഷനിലോ F ഉണ്ടാകും എന്ന് ഓർത്ത് വെച്ചാൽ ഭയങ്കര ലോക്കൽ പരിപാടിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, മോസിൻ സാർ ഇങ്ങനെയാണ് കെമിസ്ട്രി പഠിപ്പിക്കണമെന്നൊന്നും നിങ്ങൾ വേറെ ആരോടും പറയരുത്. അത്രയ്ക്ക് ലോക്കലാണെന്ന് എനിക്കറിയാം, പക്ഷെ മറക്കൂല. ഫിംഗൽസ്റ്റീൻ ഓൾറെഡി F വന്നു, ഇനി റിയാക്ഷനിൽ F ഇല്ല. സ്വാർട്സ് F ഇല്ല, അപ്പോൾ റിയാക്ഷനിൽ F ഉണ്ട്. കളി മനസ്സിലായില്ലേ? പേരിൽ F ഇല്ലെങ്കിൽ റിയാക്ഷനിൽ F ഉണ്ട്, പേരിൽ F ഉണ്ടെങ്കിൽ റിയാക്ഷനിൽ F ഇല്ല എന്ന് വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഹൈഡ്രോ കാർബണിൽ പഠിച്ചതാണ്. 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ ക്ലോറിനേഷൻ മാത്രം നമുക്കൊന്ന് നോക്കാം. ക്ലോറിനേഷൻ മാത്രം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് എങ്ങനെയാണ് ഹാലോ അരീൻസ് ഉണ്ടാവുക? ക്ലോറിനേഷൻ നടത്താം. ക്ലോറിനേഷൻ നടത്താനുള്ള റിയേജൻ്റ് ആരാ? ക്ലോറിൻ ബാർ FeCl3 ആണ്. FeCl3 തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. എനി ലൂയിസ് ആസിഡ്, FeCl3, FeCl2, SnCl2, AlCl3 ആരായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡ് ഉണ്ടായാൽ മതി. അപ്പോൾ ബെൻസീനിലേക്ക് നോക്കിക്കോ മോനെ, ഒരു ബെൻസീൻ എടുത്തിട്ടുണ്ട്. ബെൻസീനിലേക്ക് ക്ലോറിനും FeCl3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ബെൻസീൻ ഉണ്ടെങ്കിൽ ഒരു ഹൈഡ്രജൻ പോയി പകരം ക്ലോറിൻ ആഡ് ചെയ്യപ്പെടും. നോക്കിയേ, ഹാലോ അരീനല്ലേ കിട്ടിയത്, ക്ലോറോ ബെൻസീൻ കിട്ടി.
അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ ബെൻസീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പണ്ട് പഠിച്ചതാണെങ്കിലും കിട്ടുന്ന പ്രൊഡക്റ്റ് ഹാലോഅരീൻ ആയതുകൊണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോഅരീൻ ആയിട്ട് ഒന്നുകൂടെ പരിചയപ്പെട്ടു എന്ന് മാത്രം. എടാ, റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ബെൻസീനിന് പകരം ടൊളുവിൻ ആണെങ്കിലോ? ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനും FeCl3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോനെ ബെൻസീനിൽ നിന്ന് ടൊളുവിനിലേക്കുള്ള ഡിഫറൻസ് എന്താ? ടൊളുവിനിൽ ഒരു CH3 ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി ഒരാൾ വരികയാണെങ്കിൽ അയാൾ എങ്ങോട്ട് വരണമെന്ന് ഈ CH3 ഗ്രൂപ്പ് തീരുമാനിക്കും. അങ്ങനെയല്ലേടാ നമ്മൾ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് പഠിച്ചത്? അപ്പോൾ CH3 ഗ്രൂപ്പിൻ്റെ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്താ? CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോ ഓർ പാരാ ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ബെൻസീൻ റിങ് വരച്ചിട്ട് ഒരു ടൊളുവിനാക്കാൻ ഒരു CH3 കൊടുത്തിട്ട് ഒന്നിരിക്കൽ അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ക്ലോറിൻ വരും, അല്ലെങ്കിൽ ആ CH3യുടെ പാരാ പൊസിഷനിലാണ് ക്ലോറിൻ വരിക. അല്ലാതെ ഇഷ്ടമുള്ളിടത്ത് കയറി ക്ലോറിൻ കയറി വരില്ല. CH3യുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ എയ്തർ ഓർത്തോ ക്ലോറോ ടൊളുവിൻ അല്ലെങ്കിൽ പാരാ ക്ലോറോ ടൊളുവിൻ കിട്ടും. ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. പാരയിലാകുമ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കുറവാണല്ലോ, കുറേ ദൂരെ പോയി നിൽക്കാമല്ലോ, തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പാരയാണ് മേജർ. ഈ രണ്ട് റിയാക്ഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞതാണ്, ബാക്കി നിങ്ങൾ അവിടെ പഠിച്ചതോർക്കുക. കുഞ്ഞുങ്ങളെ, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഞാനിവിടെ നിർത്തുകയാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഈ ചാപ്റ്ററിൽ ഇനി കൂടുതൽ പറയാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ റിയാക്ഷൻസും ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓർക്കുന്നുണ്ടല്ലോ? എടാ, അപ്പോൾ നമുക്ക് ഓരോന്ന് തുടങ്ങാം. 6 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ 6ാമനായിട്ടാണ് ഞാൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. അതുവരെയുള്ള എല്ലാ റിയാക്ഷനും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് Ag2O ആണ്. Ag2Oയുമായിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾ പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Ag2Oയുമായിട്ടുള്ള റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, പഠിച്ചു വെച്ചോ. ഒന്ന് ഡ്രൈ Ag2O ഉണ്ട്, മറ്റൊന്ന് മോയിസ്റ്റ് Ag2Oയും ഉണ്ട്. മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നനവുള്ളത് അല്ലേ, വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ളത്. രണ്ടിലും 2 പ്രൊഡക്റ്റാണ് മോനെ. നമ്മൾ ആരുടെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പറയണേ? ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻ. എടാ, ഹാലോ ആൽക്കെയിന് ഡ്രൈ ആയിട്ടുള്ള Ag2O ഉപയോഗിച്ചാൽ ഈതർ തരും, പഠിച്ചു വെച്ചോ, ഈതർ തരും. പക്ഷെ ഹാലോ ആൽക്കെയിനിലേക്ക് ഞാൻ മോയിസ്റ്റ് ആയിട്ടുള്ള Ag2O ഉപയോഗിച്ചാൽ ആൽക്കഹോൾ തരും. നല്ലോണം പഠിച്ചു വെച്ചോ, ഡിഫറൻസ് പഠിച്ചു വെച്ചോ. എടാ, അങ്ങനെ ഓർത്താൽ മതി. ആൽക്കഹോൾ കിട്ടണമെങ്കിൽ ഒരു OH വേണ്ടേ? OH എവിടെ നിന്നാണ് കിട്ടുക? വെള്ളത്തിലുണ്ടാവുമല്ലോ. വെള്ളം ഉണ്ടെങ്കിൽ അയാൾ മോയിസ്റ്റ് ആയിരിക്കുമല്ലോ. കളി മനസ്സിലായില്ലേ? ഇവിടെ O മാത്രമേ വരുള്ളൂ. കാരണം എന്തേ? ഇത് ഡ്രൈ Ag2O ആണ്, അതിൻ്റെ കൂടെ വാട്ടർ ഇല്ല. ഇവിടെയുള്ള ഈ O മാത്രമേ അവിടെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈതർ കിട്ടും. മോയിസ്റ്റ് Ag2O ആണെങ്കിലാണ് അവിടെ വെള്ളമുണ്ട്, വെള്ളത്തിൽ OH ഉണ്ട്. ആ OH ഉള്ളത് കൊണ്ടാണ് ആൽക്കഹോൾ കിട്ടുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ Ag2Oയുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചാടിക്കേറി ഉത്തരം എഴുതരുത്. ആ Ag2O ഡ്രൈ ആണോ മോയിസ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം. ഡ്രൈ ആണെങ്കിൽ ഈതർ കിട്ടും, മോയിസ്റ്റ് ആണെങ്കിൽ ആൽക്കഹോൾ കിട്ടും. നെക്സ്റ്റ് വുഡ്സ് റിയാക്ഷൻ ആണ്. നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, വെറുതെ ഒന്ന് എഴുതി വിടാം. 2 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡ് സോഡിയം ഡ്രൈതറിൻ്റെ പ്രസൻസിൽ RR ആയിട്ട് മാറുമെന്ന് ഞാൻ പഠിപ്പിച്ചു. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് വന്നാലും പ്രൊഡക്റ്റ് എങ്ങനെ പെട്ടെന്ന് എഴുതാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. വുഡ്സ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത പഠിപ്പിച്ചു. സിമ്മട്രിക്കലായിരിക്കും, അവൻ ഈവൺ നമ്പർ ഓഫ് കാർബൺ ഉള്ളവനായിരിക്കും, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺസ് ഒന്ന് പോയി നോക്ക്. നെക്സ്റ്റ് ഫിറ്റിക് റിയാക്ഷൻ. ഈ ഫിറ്റിക് റിയാക്ഷനെ പറയാനാണ് വുഡ്സ് റിയാക്ഷൻ ഞാനിവിടെ ഒന്ന് ആവർത്തിച്ചത്. എടാ, ഫിറ്റിക് റിയാക്ഷൻ ഈസ് ഇക്വലൻ ടു വുഡ്സ് റിയാക്ഷൻ. 2 മോളിക്യൂൾ ക്ലോറോബെൻസീൻ എടുത്തു. ഇത് ഹാലോ അരീനാണല്ലോ, നേരത്തെ ഹാലോ ആൽക്കെയിൻ ആയിരുന്നു. അപ്പോൾ ഹാലോ ആൽക്കെയിൻ ഈ റിയാക്ഷൻ കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. ഹാലോ അരീനാണ് ഈ റിയാക്ഷൻ കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ. വേറെ ചേഞ്ച് ഒന്നുമില്ല. ആരോ മാർക്കിന് മുകളിൽ സോഡിയം ഉണ്ട്, ഡ്രൈതർ ഉണ്ട്, റിയേജൻറ്റ് പോലും മാറ്റമില്ല. എങ്ങനെയാണ് നേരത്തെ പ്രൊഡക്റ്റ് ഉണ്ടായത്? ക്ലോറിൻ പോയിട്ട് 2 ആൾക്കാർ ഒന്നായി മാറും. അതേ പരിപാടി ഇവിടെയും നടക്കും. ക്ലോറിൻ പോയി 2 ബെൻസീൻ ഒരുമിച്ച് നിൽക്കും. എടാ, ഈ 2 ബെൻസീൻ ഒരുമിച്ച് നിൽക്കുന്ന സ്ട്രക്ചറിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് വിളിച്ച പേരാണ് ബൈഫിനൈൽ. അപ്പോൾ ക്ലോറോ ബെൻസീനിൽ നിന്ന് ബൈഫിനൈൽ കിട്ടുന്ന ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ. ഓർത്ത് വെച്ചോളണം കേട്ടോ. ഡീഹൈഡ്രോ ഹാലോജിനേഷനും ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. റഫർ ചെയ്യൽ നിർബന്ധമാണ്. ഞാനിതിവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ
നിങ്ങളത് നോക്കാൻ മറക്കുമോ എന്ന് പേടിച്ചതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ ഹെഡിങ്ങോടെ എഴുതി വെച്ചതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതിൻ്റെ റിയേജൻറ്റ് ആൽക്കഹോളിക് KOH ആണ് എന്ന്. ആൽക്കഹോളിക് KOH ആണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നു. CH3CH2Cl. എന്തായിരുന്നടാ ആൽക്കഹോളിക് KOH ഉപയോഗിച്ചാൽ? ക്ലോറിൻ പോകും, ബീറ്റാ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോകും, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എല്ലാം പറഞ്ഞതാണ്. ഇവിടെ റഫർ സെയ്റ്റ്സ് ഓഫ് റൂൾ. സെയ്റ്റ്സ് ഓഫ് റൂൾ എന്താണെന്ന് നിർബന്ധമായി ഒന്ന് നോക്കുക. ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. ഓൾറെഡി പറഞ്ഞ കാര്യം പിന്നെയും പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എടാ ആൽക്കൈൽ ഹാലൈഡിലേക്ക് മഗ്നീഷ്യം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിട്ടാൽ ഈ മഗ്നീഷ്യം ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഇടയിൽ വന്ന് തിരികും. ആ മഗ്നീഷ്യം അവിടെ കയറിയിരിക്കും. RMgX കിട്ടും. ദിസ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സിമ്പിളാണ്. CH3Clലേക്ക് ഞാൻ മഗ്നീഷ്യം ഇട്ടു, ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലായിട്ടത്. എന്ത് സംഭവിക്കും? മഗ്നീഷ്യം ഇവിടെ കയറിയിരിക്കും, CH3MgCl ആകും. ഇവനാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വഴി ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള പല കോമ്പൗണ്ടുകളിലേക്കും പെട്ടെന്ന് എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷൻ കണ്ടുപിടിച്ചത് കൊണ്ട് വിക്ടർ ഗ്രിഗ്നാർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഒരുപാട് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കാൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മുത്താണ്. ഒരുപാട് കോമ്പൗണ്ടുകൾ നമുക്ക് തരും. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ആൽക്കൈൽ ഹാലൈഡ് വേണം. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മുത്താണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് മുത്തിൻ്റെ തന്തയാണെന്ന് അർത്ഥം. ഈ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കിയ സാധനമാണല്ലോ ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. പഠിച്ചു വെച്ചോ. അതുകൊണ്ട് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതിലടാ ഹാലജൻ എന്നല്ലടാ ഞാനിവിടെ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്തത്, എക്സ് എന്നല്ലടാ റെപ്രസെൻ്റ് ചെയ്തത്. ആ ഹാലജൻ ആരാവാം? ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയോഡിൻ ആവാം. ഓർത്ത് വെച്ചോ. അതിൻ്റെ റിയാക്ടിവിറ്റി മസ്റ്റ് ട്രൈ ഐറ്റമാണ്. റിയാക്ടിവിറ്റി ഫ്ലൂറിൻ ഉണ്ടാകുമ്പോഴാണോ, ക്ലോറിൻ ഉണ്ടാകുമ്പോഴാണോ, ബ്രോമിൻ ഉണ്ടാകുമ്പോഴാണോ, അയോഡിൻ ഉണ്ടാകുമ്പോഴാണോ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് തരാൻ ഏറ്റവും കൂടുതൽ എളുപ്പം? ഹലോ, ഇയാൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ നാലുമാവാം. അതിലാരാകുമ്പോഴാണ് പെട്ടെന്ന് ഈ റിയാക്ഷൻ നടക്കുക? പഠിച്ചു വെച്ചോ. അയഡിൻ ആകുമ്പോഴാണ് പെട്ടെന്ന് നടക്കുക. പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ. കാരണം അയഡിൻ എന്ന് പറയുന്നത് വലിയ ആളാണ്, ഫ്ലൂറിൻ എന്ന് പറയുന്നത് ചെറിയ ആളാണ്. വലിയ ആളുമായിട്ടുള്ള ബോണ്ട്, ഇയാളുമായിട്ട് കാർബൺ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അയഡിനുമായിട്ടുള്ള ബോണ്ട് വളരെ വീക്കായിരിക്കും. വലിയ ആളുമായിട്ടുള്ള ബോണ്ട് വളരെ വീക്കായിരിക്കും. ചെറിയ ആളുമായിട്ടുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം അത് ചെറിയ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് വലിയ ആളാകുമ്പോൾ വലിയ ബോണ്ടാവുമല്ലോ, അത് വീക്കാണ്. അപ്പോൾ ഈ ഫ്ലൂറിൻ ഈ ഹാലജനുമായിട്ടുള്ള ബോണ്ട് പൊട്ടിച്ചിട്ടല്ലേടാ അതിനിടയിൽ മഗ്നീഷ്യം കയറിയിരിക്കണേ. അപ്പോൾ അത് പൊട്ടിക്കാൻ ഭയങ്കര എളുപ്പം എവിടെയാ? അയഡിൻ ആകുമ്പോഴാണ്. കാര്യം ബോണ്ട് ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് അയഡിൻ ആകുമ്പോഴാണ് ആ ബോണ്ട് പൊട്ടാൻ ഭയങ്കര എളുപ്പം. അതിനിടയിൽ മഗ്നീഷ്യത്തിന് വന്നിരിക്കാൻ വളരെ സൗകര്യമാകുന്നത് ഹാലജൻ അയഡിൻ ആകുമ്പോഴാണ്. സോ റിയാക്ടിവിറ്റി അയഡിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ മറക്കരുത്. എടാ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ എപ്പോഴെല്ലാം പരിചയപ്പെടുത്തുന്നോ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിങ്ങനെ തുടിക്കും സെറി-വിറ്റിനോസ് റിയാക്ഷനെ പരിചയപ്പെടുത്താൻ. അപ്പോൾ റിപ്പീറ്റേഴ്സ് അടക്കമുള്ള ചിലരൊക്കെ ചോദിക്കും, സാർ ഔട്ട് ഓഫ് NCERT അല്ലേ സെറി-വിറ്റിനോസ്? എടാ പൊന്നുമോനെ, സെറി-വിറ്റിനോസ് റിയാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പേര് NCERT-യിലില്ല. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എപ്പോഴും എല്ലാ ചാപ്റ്ററിലും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സെറി-വിറ്റിനോസ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഹൈഡ്രോ കാർബണിൽ ചോദിക്കാം, ഇവിടെ ചോദിക്കാം, ആൽക്കഹോളിൽ, ആൽഡിഹൈഡിൽ, എല്ലായിടത്തും ആണെങ്കിലും ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ഈ സെറി-വിറ്റിനോസ് റിയാക്ഷൻ ചോദിക്കാം. അപ്പോൾ സെറി-വിറ്റിനോസ് റിയാക്ഷൻ എന്ന പേര് എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ ഒരു ഹെഡിങ്ങിന് വേണ്ടി പറയുന്നു. ആ പേര് NCERT-യിലില്ല, പക്ഷെ ആ റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് ആ റിയാക്ഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ, ഒരു ഹെഡിങ് ഒക്കെ ആയിട്ട് അവതരിപ്പിക്കാൻ അതിൻ്റെ പേരങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പേരും പഠിച്ചോ, ഏറൂല. സെറി-വിറ്റിനോസ് റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് സെറി-വിറ്റിനോസ് റിയാക്ഷൻ? കുഞ്ഞുങ്ങളെ ഇത്ര ഹൈപ്പ് തന്ന സ്ഥിതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റില്ലടാ RMgX, അതിലേക്ക് എനി കോമ്പൗണ്ട് ആരാണ് എനി കോമ്പൗണ്ട്? ഇതാ നോക്കിക്കോ, എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ ശരിക്കും പഠിക്കും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്ക് എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ ഉള്ള ഏത് കോമ്പൗണ്ട് ഇട്ടാലും എടാ
ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ MgX മൊത്തത്തിൽ അവിടെ നിന്നാണ് പോയിട്ട് ഹൈഡ്രജൻ അവിടെ കയറിയിരിക്കും. ആക്റ്റീവ് ഹൈഡ്രജനുള്ള ഏത് കോമ്പൗണ്ട് ഇട്ടാലും MgX ഹൈഡ്രജൻ കളി മനസ്സിലായില്ലേ? അപ്പോൾ MgXൽ MgX പോയിട്ട് പകരം അവിടെ ആര് കയറും? H കയറിയിരിക്കും, അഥവാ ഹൈഡ്രോ കാർബൺ കിട്ടും. പ്രത്യേകിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ കാർബണും ഹൈഡ്രജനും മാത്രമായിട്ട് നിൽക്കുന്നു. അപ്പോഴാണല്ലോ നമ്മൾ നാട്ടുകാർ അതിനെ ഹൈഡ്രോ കാർബൺ എന്ന് പേര് വിളിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളൊരു വിഷമം എന്താണെന്ന് എനിക്കറിയാം. തന്ത ഈ എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാതെ അത് ആരാണെന്ന് പറ. ആക്റ്റീവ് ഹൈഡ്രജനുള്ള കോമ്പൗണ്ടുകൾ ആരാണെന്ന് പറ. ശരിക്കും ശ്രദ്ധിച്ചോ മോനെ, ആക്റ്റീവ് ഹൈഡ്രജനുള്ള കോമ്പൗണ്ടുകളുടെ ലിസ്റ്റ് പിടിച്ചോ. ഫസ്റ്റ് വൺ H2O, പച്ചവെള്ളം, സബ്സൈബഡെ ശുദ്ധപാനി. പച്ചവെള്ളത്തിന് ആക്റ്റീവ് ഹൈഡ്രജൻ ഉണ്ട്. 2 ആൽക്കഹോൾ. ആൽക്കഹോളുകളിലുള്ള ഈ ഹൈഡ്രജൻ ആക്റ്റീവ് ഹൈഡ്രജൻ ആണ്. 3 തയോൾ എന്നാണ് പേര്, RSH എന്ന് പറഞ്ഞാൽ തയോൾ. 4 അമീൻസ്, RNH2 അമീൻസ്. 5 ആസിഡ്സ്, ആസിഡ് HCl H2SO4. ഇതിലുള്ള ഹൈഡ്രജൻ എല്ലാം എന്താണ്? ആക്റ്റീവ് ഹൈഡ്രജൻ ആണ്. 6 അമ്മനെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ. ഇതെങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഇഷ്ടം. ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ എന്ന് വേണമെങ്കിൽ പച്ചമലയാളത്തിൽ എഴുതിക്കോ. ഞാനിങ്ങനെ അവസാനിപ്പിച്ചു. ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്റ്റീവ് ഹൈഡ്രജൻ. ആ ഒരു കോമ്പൗണ്ട് ഇയാളുമായിട്ട് റിയാക്ട് ചെയ്താലൊക്കെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ MgX പോയിട്ട് ഈ H പകരം അവിടെ കയറിയിരിക്കൂടാ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുത്തോ. എക്സാമ്പിൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്, ശരിക്കും പഠിച്ചോ. CH3MgBr. ആരോ മാർക്കിന് മുകളിൽ നോക്കണേ, H2O. ആരാടാ പ്രൊഡക്റ്റ്? H2O ഈസ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ. അതിൽ നിന്ന് H വരും, MgBr പോകും, H ഇങ്ങോട്ട് കയറും, CH3H എന്ന് പറഞ്ഞാൽ CH4. മനസ്സിലായോ? ഇത് അടുത്ത നോക്കിയടാ, CH3CH2MgCl. ഇതൊരു ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ആരോ മാർക്കിന് മുകളിൽ CH3OH. എടാ, ഈ റിയാക്ഷനൊക്കെ തരുമ്പോഴാണ് കുറേ പേര് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ അറിയോ? ഇവിടെ 2 കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇത് തമ്മിൽ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിൽ 3 കാർബൺ എന്ന് അവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് 3 കാർബണിലെ ഏതോ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളത് ചാടിക്കയറി കറുപ്പിക്കും. പിന്നെ മനസ്സിലാകും കറുപ്പിച്ചത് ആൻസർ അല്ല, ജീവിതമാണ് കറുപ്പിച്ചു പോയത് എന്നുള്ളത്. എടാ മോനെ, വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വന്നാൽ ഒന്ന് വിജിലൻ്റ് ആയിക്കോ. സെറൈറ്റിനോസിനെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നോ. എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യനാ. ആ സമയത്ത് ഏത് റിയാക്ഷൻ ആണെങ്കിലും സെറൈറ്റിനോസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്ക് ആൽക്കഹോൾ വന്നു. ആൽക്കഹോൾ ആരാ? എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ എന്ന ലിസ്റ്റിൽ ഞാൻ നിനക്ക് തന്ന ആളല്ലേടാ ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോൾ വന്നാലും അതിലുള്ള ബാക്കി CH3O, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതൊന്നും നിങ്ങളെ ആൻസർ അല്ല. ഇതിലുള്ള H മാത്രം ഇങ്ങോട്ട് വരും, MgCl പോയി. ബാക്കി ആരുണ്ടാവുക? CH3CH2H. ആര് വരും? പറ. CH3 എന്ന് മാത്രം വരും. ദിസ് ഈസ് പ്രൊഡക്റ്റ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടോ? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. എടാ, ഇത് ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ അല്ലേ? CH3 ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോളും ബെൻസീൻ റിങ്ങിൽ MgBr ഉണ്ട്. ബെൻസീൻ റിങ്ങിൽ MgBr ഉണ്ട്. പ്രൊഡക്റ്റ് ആരാ? ഇത് ഗ്രിഗ്നാർഡ് റിയേജൻ്റാ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കൂടെ എനി കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആക്റ്റീവ് ഹൈഡ്രജൻ. ഇതൊരു ആൽക്കഹോളാ. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള മറ്റു ഈ കുരിശൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന്, ഈ ഗ്രൂപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ പ്രൊഡക്റ്റ് അല്ല. നമ്മളിതിൽ ആരെ മാത്രം ചിന്തിക്കുന്നു? ഈ H മാത്രം ചിന്തിക്കുന്നു. അതിങ്ങോട്ട് കയറി വരുന്നു, MgBr അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് H വരുന്നു എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ റിങ്ങിൽ H വന്നാൽ Hനെ കാണൂലല്ലോ. ഇവിടെയൊക്കെ H ഉണ്ടല്ലോ, നമ്മളെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് H വന്നാൽ ബെൻസീൻ കിട്ടും. അതല്ലാതെ കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഈ ഒരു ഗ്രൂപ്പ് എവിടെയെന്ന് തിരഞ്ഞ് നടക്കരുത്. അത് ഇതിൽ വരുന്നില്ല. അതിൽ നിന്ന് H മാത്രമേ ഇങ്ങോട്ട് കയറുന്നുള്ളൂ. മറ്റേതൊക്കെ ബൈ പ്രൊഡക്റ്റാ, നമുക്ക് ആവശ്യമില്ല. കളി മനസ്സിലായോ? അപ്പോൾ സെറൈറ്റിനോസ് റിയാക്ഷൻ എന്ന റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചോളണം. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അവസാനത്തവൻ, മോസ്റ്റ് എവൈറ്റഡ് ഇക്വേഷൻ ആരാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, SN റിയാക്ഷൻ. SN റിയാക്ഷൻ എന്ന് ഞാൻ ജനറലി പറഞ്ഞാൽ അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. NCERTയിൽ ഒരു ടേബിളൊക്കെ തന്ന് ഭയങ്കര സംഭവമായി ഒരുപാട് റിയാക്ഷൻസിനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞെ, ആ ടേബിളിനെ ഞാനൊന്ന് ചെറുതാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. എടാ, ആൽക്കൈൽ ഹാലൈഡിലേക്ക് ഞാനിനി ടേബിളിൽ തരുന്ന കോളത്തിലെ റിയേജൻറ്റുകളിൽ ഏതെങ്കിലും വന്നാൽ
അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണെന്ന് ഞാൻ എഴുതി തരും. ഇതാണ് കളി. എങ്ങനെ? ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, അതിലേക്ക് ഒരു റിയേജൻ്റ് ഇട്ടാൽ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് കിട്ടും. വേറെ റിയേജൻ്റ് ആണെങ്കിൽ വേറെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോണത് എങ്ങനെയാണ്, ആ റിയേജൻ്റ് ആരാണ്, പ്രൊഡക്റ്റ് ആരാണ് എന്നാണ്. റിയേജൻ്റ് പ്രൊഡക്റ്റ് എന്ന് ടേബിൾ ആക്കിയിട്ട് തരികയാണ്. അപ്പോൾ ഇവിടെ റിയേജൻ്റ് ആയിട്ട് കാണുന്നത് H2O ആണെങ്കിൽ, അല്ലെങ്കിൽ NaOH ആണെങ്കിൽ, അല്ലെങ്കിൽ KOH ആണെങ്കിൽ പഠിച്ചു വെച്ചോ. റിയേജൻ്റ് ആയിട്ട് ഈ മൂന്നെണ്ണത്തിൽ ഏത് വന്നാലും പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക ആൽക്കഹോളാണ്. കളി മനസ്സിലായില്ലേ? ഞാൻ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. മോനെ, NaCNO KCNO ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ RCN ആണ് പ്രൊഡക്റ്റ്. AgCN ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ RNC ആണ് പ്രൊഡക്റ്റ്. എടാ NaNO2 അല്ലെങ്കിൽ KNO2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ RNO2 ആണ് പ്രൊഡക്റ്റ്. RNO2 അല്ല, RONO ആണ് പ്രൊഡക്റ്റ്. പഠിച്ചു വെച്ചോളണേ. AgNO2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ RNO2 ആണ് പ്രൊഡക്റ്റ്. ക്ലിയർ? ഇതെല്ലാവരും എഴുതിയെടുക്ക്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ RH ഹൈഡ്രോ കാർബൺ ആണ് പ്രൊഡക്റ്റ്. ഇനിയും NCERT ഒരുപാട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പല ചാപ്റ്ററുകളിൽ പലയിടത്തും നമ്മൾ പഠിക്കുന്നുണ്ട്. വില്യംസൺ സിന്തസിസ് എന്നൊക്കെയുള്ള പേരിലൊക്കെ നമ്മൾ അത് പിന്നീട് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഇത്രയും പഠിച്ചു വെക്ക്. 10-14 എണ്ണം തന്നതിനെ ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. 1 2 3 4 5 6 7 8 9 10 റിയേജൻ്റ് ഈ ലിസ്റ്റിലുമുണ്ട്. പക്ഷെ ആ 10 എണ്ണത്തിൽ കോമൺ ആയിട്ട് പ്രൊഡക്റ്റ് തരുന്ന ആൾക്കാരെല്ലാം ഞാൻ ഒരുമിച്ചാണ് പഠിപ്പിച്ചത്. എക്സാമ്പിൾസ് കാണിച്ചു തരാം കുഞ്ഞെ, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോ. CH3Cl, ആരോ മാർക്കിന് മുകളിൽ H2O. എന്താ പ്രൊഡക്റ്റ്? ചൂടൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. വാട്ടർ ആകുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടാവണത് നല്ലതാണ്, നല്ല റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇത് ആൽക്കൈൽ ഹാലൈഡ് അല്ലേ? ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പോൾ അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആരാ? CH3 ആണ്. ക്ലിയർ? ക്ലോറിൻ പോയി പകരം പ്രൊഡക്റ്റ് എന്താ കിട്ടുന്നത് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ആരാ? H2O ആണെങ്കിൽ ആൽക്കഹോളാണ് കിട്ടുക, അപ്പോൾ CH3OH കിട്ടും. മനസ്സിലായില്ലേ? ഇതേ നോക്കിയടാ, ഒരു സൈക്ലോഹെക്സൈൻ ഉണ്ട്, ഒരു സൈക്ലോഹെക്സൈനിൽ ഒരു ബ്രോമിൻ ഉണ്ട്. സൈക്ലോഹെക്സൈനിൽ ഒരു ബ്രോമിൻ ഉള്ളതിലേക്ക് ഞാൻ AgNO2 ഉപയോഗിച്ചു. AgNO2 വന്നാൽ RNO2 ആണ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നതല്ലേ. സോ സൈക്ലോഹെക്സൈനിൽ ബ്രോമിൻ നിന്നിരുന്ന സ്ഥലത്ത് ആര് വരും? NO2 വരും. അതായത് ഒരു ന്യൂക്ലിയോഫൈൽ പോയി വേറൊരു ന്യൂക്ലിയോഫൈൽ വരും എന്നാണല്ലോ അപ്പോൾ ഇതിനർത്ഥം. ദാറ്റ്സ് വൈ ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ബ്രോമിൻ പോയി NO2 വരും. കളി മനസ്സിലായില്ലേ? ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റിയാക്ഷൻസ് നമുക്ക് ഇത് വെച്ച് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് റിയാക്ഷൻ ചെയ്യിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. റിയേജൻ്റ് ഏതാ പഠിക്കുക, അതിന് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ആരാണെന്ന് അറിയുക. കുഞ്ഞുങ്ങളെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് SN1 SN2 റിയാക്ഷൻസ്. അതുകൊണ്ട് അതിൻ്റെ മെക്കാനിസം എന്ന് ഹെഡിങ് എഴുതുക. SN1 SN2വിനെ ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എടാ, 2 ടൈപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുക. ഒന്ന് SN1, മറ്റൊന്ന് SN2. കുഞ്ഞുങ്ങളെ, SN1നെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാം, എന്നിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് SN2 പഠിക്കാം. SN1 ആണെങ്കിൽ പഠിച്ചോ, റിയാക്ഷൻ്റെ ഓർഡർ 1 ആണ്. നമ്പർ ഓഫ് സ്റ്റെപ്പ്, ഈ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലാണ്. അപ്പോൾ ഓർഡർ 1 ആണെങ്കിൽ സ്റ്റെപ്പ് 2 ആണ്, ഓർഡർ 2 ആണെങ്കിൽ സ്റ്റെപ്പ് 1 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞാൽ മതി. SN1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. അപ്പോൾ അതിൻ്റെ മോളിക്കുലാരിറ്റിയും ഓർഡറും എല്ലാം 1 ആണെന്ന് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓർഡർ 1 ആണ്, സ്റ്റെപ്പ് 2 ആണ്. 2 സ്റ്റെപ്പിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകും. ആ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ്. ഒരിടത്ത് കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അയാളുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും. കാരണം എന്താ? ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ കാർബോകാറ്റയോൺ ആണ് ഉണ്ടാവുന്നത്. എവിടെ കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആണോ അവിടെയെല്ലാം ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടേർഷറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ, അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. ആരാ? സ്റ്റീരിയോ കെമിസ്ട്രി. നിങ്ങൾക്കറിയാം ഇൻവേർഷൻ നടക്കുമോ റിട്ടൻഷൻ നടക്കുമോ എന്നൊക്കെയുള്ള കഥ. ഇവിടെ നടക്കുന്നത് റെസിമൈസേഷനാണ്. ആരാണ് കുഞ്ഞെ? റെസിമൈസേഷൻ. റെസിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബോത്ത് ഇൻവേർഷൻ ആൻഡ് റിട്ടൻഷൻ. ബോത്ത് ഇൻവേർഷൻ ആൻഡ് റിട്ടൻഷൻ രണ്ടും നടക്കും. രണ്ടും നടക്കുന്നത് കൊണ്ടാണ് റെസിമൈസേഷൻ എന്ന് പേര് പറഞ്ഞത്. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് SN2 കഥകൾ പറഞ്ഞേ.
ഓർഡർ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ ഓർഡർ 2 ആണ്. എഴുതിക്കോ. ഓർഡർ 2 ആണെങ്കിൽ എത്ര സ്റ്റെപ്പിലാണ്? ഒരു സ്റ്റെപ്പിലാണ് നടക്കുക. ഒരു സ്റ്റെപ്പിലാണ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവില്ല. നോ ഇൻ്റർമീഡിയറ്റ്. ഉറപ്പല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നിടത്ത് എന്താടാ ഇൻ്റർമീഡിയറ്റ്? നോ ഇൻ്റർമീഡിയറ്റ്. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. സോ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. അവസാനമായിട്ട് പറയാനുള്ളത് അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. മോനെ SN2 റിയാക്ഷൻ നടക്കുന്നിടത്ത് സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവേർഷൻ മാത്രമാണ്. ഓർത്ത് വെച്ചോ, ഇൻവേർഷൻ മാത്രമാണ്. ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ SN1 SN2വിൻ്റെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കൽ നിർബന്ധമാണ്. എടാ, ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ടുകളെ പരിചയപ്പെടുത്തുന്നില്ലേ? അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ യൂസുകളാണ് ഞാൻ ഇനി പറയാൻ പോണത്. പോയിന്റ് ആക്കിയിട്ട് എഴുതി വെച്ചോ. ഫസ്റ്റ് വൺ CCl4. CCl4ൻ്റെ യൂസ് അയാൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. സ്പെല്ലിങ് നോക്കിയിട്ട് എഴുതണേ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ. രണ്ടാമത്തെ ആളാണ് CHCl3. CHCl3 എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം ആണ്. ക്ലോറോഫോമിൻ്റെ യൂസ് അനസ്തെറ്റിക് ആണെന്ന് നമുക്കറിയാം. അനസ്തെറ്റിക് ആണ്. വേറൊരാളാണ് CHI3. അയഡോഫോം ആണ്. അത് ആൻറ്റിസെപ്റ്റിക് ആണ്. ആൻറ്റിസെപ്റ്റിക് ഓർ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് ആര്? CHI3 എന്ന് പറഞ്ഞാൽ അയഡോഫോം. ക്ലിയർ അല്ലേടാ? വേറെ ആരാ? നമ്മുടെ CF2Cl2. CF2Cl2വിനെ നമ്മൾ ഫ്രിയോൺസ് 12 എന്നാണ് പേര് വിളിക്കുക. ഫ്രിയോൺ 12. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കും. റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കും. റെഫ്രിജറൻറ്റുകൾ എവിടെ ഉപയോഗിക്കുക? ഒന്ന് റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജിൽ ഉപയോഗിക്കും. AC-യിൽ ഉപയോഗിക്കും. തണുപ്പിക്കുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസാണ് റെഫ്രിജറൻറ്റ്. ഇയാൾ ഓസോൺ ഡിപ്ലീഷന് കാരണക്കാരനാണ് എന്നുള്ളതൊന്നും ഓർത്ത് വെച്ചേക്കുക. ഓസോൺ ഡിപ്ലീഷൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആരാ? DDT. ആരാടാ DDT കണ്ടെത്തിയ സയൻറ്റിസ്റ്റ്? പോൾ മുള്ളറാണ്. ഓർത്ത് വെച്ചോളണേ, പോൾ മുള്ളറാണ് DDT കണ്ടെത്തിയത്. DDTയുടെ ഫുൾ നെയിം എന്താടാ? ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ എന്നാണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഇഥെയിൻ. DDTയുടെ ഷേപ്പ് ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പ്രിപ്പറേഷൻ എങ്ങനെയാണ് DDT ഉണ്ടാക്കുന്നത്? ക്ലോറോബെൻസീൻ നോക്കിക്കോട്ടടാ. ക്ലോറോബെൻസീനും ക്ലോറാലും കൂട്ടിച്ചേർത്താണ് എന്തുണ്ടാക്കുക? DDT ഉണ്ടാക്കുക. 2 മോളിക്യൂൾ ക്ലോറോബെൻസീനും 1 മോളിക്യൂൾ ക്ലോറാലും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ചിലർക്ക് പുതിയ അറിവായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതൊക്കെ സംഭവമായിട്ട് ചോദിക്കാറുണ്ട്. 2 മോളിക്യൂൾ ക്ലോറോബെൻസീനും 1 മോളിക്യൂൾ ക്ലോറാലും കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? DDT ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും സ്ക്രീനിൽ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ഒറ്റയ്ക്ക് കണ്ടെത്തുക. അപ്പോൾ എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ശരി ഉത്തരം നിങ്ങളുടെ ഉത്തരവുമായിട്ട് സിങ്ക് ആവുന്നുണ്ടെന്ന് ഉറപ്പിക്കുക കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ട് പോകും. അത് മനസ്സിലായിട്ടില്ല നിങ്ങൾ പറയാൻ നിൽക്കരുത്. കാരണം ഞാൻ അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ക്വസ്റ്റ്യനും ഇതിലുണ്ടാവില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റും. തെറ്റെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മിസ്റ്റേക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. C4H9X 4 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട്. അതിലൊരു ഹാലജൻ ഉണ്ട്. അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ, അതോ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി എല്ലാം ആവാൻ പറ്റുമോ? ആൻസർ 4 ഇതെല്ലാം ആവാം. കാരണം 4 കാർബണിൽ ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രൈമറി അല്ലേടാ. എന്നാൽ ഇവിടെയാണ് ഹാലജൻ വരുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡറി അല്ലേടാ. ഇനിയിപ്പോൾ 4 കാർബൺ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ 4 കാർബൺ ഇങ്ങനെ നിൽക്കാലോ. ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഹാലജൻ വന്നാൽ അത് ടെർഷ്യറി ആവൂലേടാ. അപ്പോൾ 4 കാർബൺ ഉണ്ടോ? ഇറ്റ് ക്യാൻ ബി പ്രൈമറി സെക്കൻഡറി ഓർ ടെർഷ്യറി. ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ആൽക്കഹോൾ വിച്ച് അമിംഗ് ദി ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ്. പറ്റുന്ന 6 ആൾക്കാരെ ഞാൻ പറഞ്ഞു. അതിൽ PCl5, SOCl2, PCl3യും ഉണ്ട്. NaCl ഇല്ല. അതുകൊണ്ട് അത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. റിയാക്ഷൻ ഓഫ് ടോളുവിൻ വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് FeCl3 predominantly ഗീവ്സ് എ മിക്സർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ ടോളുവിൻ എന്ന് ഞാൻ പ്രത്യേകം, ടോളുവിൻ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. വെൻ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മോയിസ്റ്റ്, വെള്ളമുണ്ട് ആൽക്കഹോൾ കിട്ടും അല്ലേ. വെള്ളമുണ്ടെങ്കിൽ ആൽക്കഹോൾ കിട്ടും.
വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഹാസ് ദി ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ്? ക്ലോറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റ് കുറയും. അതുകൊണ്ട് ഓപ്ഷൻ 1 അവിടെയാണ് ക്ലോറിൻ്റെ എണ്ണം കുറവ്. ക്ലോറോബെൻസിൻ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം ഇൻ ഡ്രൈതർ ഗിവ്സ് ഡൈഫിനൈൽ. ക്ലോറോബെൻസിനിൽ നിന്ന് ഡൈഫിനൈൽ കിട്ടുന്ന റിയാക്ഷൻ ഏതാ? ഫിറ്റിക് റിയാക്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കൈൽ ഹാലൈഡ് ഈസ് മോർ റെഡ്ലി ഹൈഡ്രോളൈസ്ഡ് ബൈ SN1 മെക്കാനിസം? SN1 ആണെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് പ്രൈമറിയാണ്, ഇതും പ്രൈമറിയാണ്, ഇതും പ്രൈമറിയാണ്, ഇത് ടെർഷറിയാണ്. കാരണം ക്ലോറിൻ അറ്റാച്ച് ചെയ്ത ഈ കാർബണിന് മറ്റു 3 കാർബണുകളുമായി ബന്ധമുണ്ട്. സോ ദി ആൻസർ ഈസ് 4. 2-chloro 2-methyl പ്രൊപ്പൈൻ വരച്ചു നോക്കാം. 1, 2, 3 പ്രൊപ്പൈൻ അല്ലേ, 3 കാർബൺ ആണ്. 2-chloro രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ഉണ്ട്. 2-methyl രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈലും ഉണ്ട്. ആയിക്കോട്ടെ. ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് ഏജ്. ആൽക്കഹോളിക് ഏജ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കുമ്പോൾ ആൽഫ കാർബണിൽ നിന്ന് ക്ലോറിൻ പോകും, ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും. ഇവിടെ 3 ബീറ്റ കാർബണിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഹൈഡ്രജൻ പോകാം. സോ ദി പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും: കാർബൺ സിംഗിൾ ബോൺ കാർബൺ, ഡബിൾ ബോൺ കാർബൺ, സിംഗിൾ ബോൺ കാർബൺ. 2-methyl prop 1 ene. 2-methyl prop 1 ene. ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നോക്കിക്കേടാ, C2H5Br സോഡിയം അയഡൈഡ് ഉപയോഗിച്ച് C2H5 അയഡിനാക്കി മാറ്റി. വിച്ച് മീൻസ് ബ്രോമിൻ പോയി അയഡിൻ വന്നു, അയഡിൻ ആണ് വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഫ്ലൂറിൻ അല്ല, F ഇല്ല. സോ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഓപ്ഷൻ 2. ക്ലിയർ അല്ലേടാ? വൈ ഇൻ ദി ഗിവൺ റിയാക്ഷൻ? ശരിക്കും ശ്രദ്ധിച്ചോ, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിലേക്ക് മെഗ്നീഷ്യം ബാർ ഡ്രൈതർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കും. സോ ഒരു സൈക്ലോഹെക്സൈനിൽ MgBr കിട്ടും. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്, എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതിലേക്ക് വെള്ളം ഒഴിച്ചോടാ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ? ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു, സെറിവിറ്റിനോസ് റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ MgBr പോയിട്ട് വെള്ളത്തിൽ നിന്ന് H2Oയിൽ നിന്നുള്ള H ഇങ്ങോട്ട് കയറിയിരിക്കും. സോ സൈക്ലോഹെക്സൈൻ മാത്രം കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. സെറിവിറ്റിനോസ് റിയാക്ഷൻ. നെക്സ്റ്റ് ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡ്. ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? 3 കാർബൺ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഐസോപ്രൊപ്പൈൽ ആവുക. അവിടെ ഒരു ബ്രോമിൻ വന്നാൽ ഇങ്ങനെ ഉണ്ടാകും, ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡ്. ഓൺ റിയാക്ഷൻ വിത്ത് വുഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? എടാ, വുഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് എഴുതാൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഹൈഡ്രോ കാർബണിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഈ ബ്രോമിൻ ഹാലജൻ ഒഴിവാക്കിയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ നോക്കുക. ആൽക്കൈൽ ഗ്രൂപ്പിനെ 2 തവണ എഴുതുക. ഒരു തവണ ഇങ്ങനെ എഴുതുക, രണ്ടാം തവണ തിരിച്ചെഴുതുക. ഇതിൻ്റെ മിറർ ഇമേജ് എഴുതുക. എന്നിട്ട് അവർക്കിടയിൽ പുതിയൊരു ബോണ്ട് കൊടുക്കുക. ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ്? എന്താ പേര്? 2,3-dimethyl butane. ഓപ്ഷൻ 3. നെക്സ്റ്റ് ആൻ ഓർഗാനിക് ഹാലജൻ കോമ്പൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറൻറ്റ്. ഫ്രിയോൺ ഞാൻ പഠിപ്പിച്ച സാധനമാണ്. കഴിഞ്ഞു. ദീസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. ആരാ? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ആൽക്കഹോൾ ഫിനോളും ആൽഡിഹൈഡ് കീറ്റോണും അമീൻസും സൊല്യൂഷൻസും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചാപ്റ്ററുകളും വിത്തിൻ ഡേയ്സ് നിങ്ങളിലേക്ക് എത്തും. എല്ലാവരും ഒന്ന് നല്ല രൂപത്തിൽ പഠിച്ച് സെറ്റാക്കി മുന്നോട്ട് പോയിക്കോ. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. കെമിസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തരുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അപ്പോൾ ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ഒക്കെ ലിങ്ക് വെറുതെ കിടക്കുന്നുണ്ട്, കുത്തിപ്പൊട്ടിച്ചേക്ക്. ബാക്കി നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ കാണാം. താങ്ക് യു.